എന്താ പകൽക്കിനാവ് കാണുന്നു? ശിവണ്ടേശ്വര, പാഞ്ചജന്യം ഋഷികേശു ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മോ മഹാശാഖ. ഋഷികേശു ദേവദത്തം. കുട്ടി തിരുവാതിരയ്ക്ക് ഇല്ലത്തേക്ക് ക്ഷണിക്കാൻ വന്നിരിക്കുക. ചേച്ചി ഉറക്ക വിളക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? സാരമില്ല, തിങ്കൾ ചൂടന്റെ തിരുനാളിന് ഉറക്ക വിളയ്ക്കുന്നത് പുണ്യമാ. കുട്ടി പൊയ്ക്കോളൂ, ഞാൻ വരാം. കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ഇവിടെ ആരുമില്ലേ? എന്താ നിന്റെ മോൻ കാണിച്ചു വെച്ചതൊക്കെ അറിഞ്ഞോ? എന്താ ഒരുത്തർക്ക് നാക്കില്ലേ? ചേച്ചി എങ്ങനെയാ ഇതൊക്കെ അറിയുന്നത്? രാഘവ, അച്ഛാ അത് ഏത് ഇതാ സമ്പത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അത് നിലനിർത്തുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ല. എന്തുണ്ടായി? എന്തുണ്ടാകാൻ? തെക്കേപ്പുരയിടത്തിൽ ഈ ഗോപാലൻ കെട്ടിയ കുടിൽ പൊളിച്ചു മാറ്റാൻ ഞാൻ ആളെ അയച്ചു. ഇവൻ ആളുകളെ തടഞ്ഞു നിർത്തിയിട്ട് അവനെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എഴുതി കൊടുക്കാൻ. പാർട്ടിക്കാർ ഇടപെട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് ഞാൻ കരുതി. അവന്മാരുടെ തന്തമാരല്ലടാ വസ്തുക്കൾ ഉണ്ടാക്കിയത്, ഞാനാണ്. അച്ഛാ, പഴയ കാലമല്ല, കാലത്തിനൊത്ത് നമ്മളും മാറാതിരുന്നാൽ. അതിന്റെ പൊന്നുമോ, അതൊക്കെ നിന്റെ കവിതയിൽ വച്ചേരെ, എന്നോട് വേണ്ട. ആ സഖാവാണ് ഈ കുഴപ്പം അത്രയും ഉണ്ടാക്കിയത്. ഏത് സഖാവ്? എന്നാ താൻ ചെന്ന് അവന്റെ കൂടെ പുറത്തോ. അപ്പോ ഗോപാലൻ സഖാവിന് ഞാൻ എത്ര ഏക്കർ പതിച്ചു തരണം? 5 സെന്റ് മതി. 10 ഏക്കർ പതിച്ചു തരാം. എന്തൊന്നാ കാഴ്ചണ്ടോണ്ട് നിൽക്കുന്നത്? ഇപ്പൊ സമാധാനമായോ? എന്റെ ജോലിക്കാർക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. അതിന് ഒരു സഹാവിന്റെ ആവശ്യമില്ല. എടാ ഗോപാല, ഇവിടെ വേണം, ഇവിടെ വേണം. ഇവിടെ നീ കുടിൽ കെട്ടിയ സ്ഥലത്ത് 5 സെന്റ് അല്ല 15 സെന്റ് നീ എടുത്തോ. बाले भैमी किसलया धरे चारु धीरे किसलया धरे चारु शीले. കുട്ടിക്ക് നാളെ കോളേജിൽ ഫീസ് കൊടുക്കേണ്ട ദിവസമാണ്. നിരവധി നാരണവൻ നിരവധി ഗുണനിധി. അവരാരും കോളേജിൽ പഠിച്ച് വഴക്കമുള്ളവരല്ല. നമ്മുടെ കുട്ടിക്ക് നാളെ ഫീസ് കൊടുക്കണം. നിങ്ങൾ 2ാം ദിവസത്തെ തിരുമേനിയുടെ നല്ല കണ്ടിട്ടുണ്ടോ? നീറയുന്നു പാടല പാടലിൽ ഇത് പ്രാന്ത തന്നെയാ, സംശയമില്ല. എന്താ സംശയം? സൗത്രി, കഥകളി രസം പറഞ്ഞിരിക്കുന്ന നമ്മെ ചുണ്ടി പിടിപ്പിക്കാണ്ടിരിക്കൂ. കഥകളി രസം കഴിഞ്ഞിട്ട് എപ്പോഴാ ഇല്ലാത്ത കാര്യം പറയുക? എന്നാ അങ്ങോട്ട് പറഞ്ഞോളൂ, നോം കേക്ക് തന്നെ. സീതയ്ക്ക് നാളെ തന്നെ ഫീസ് അടയ്ക്കണം. അതിനെന്താ ഇത്ര സംശയം? അടച്ചോളൂ. അതിന്റെ കൂടെ പണം ഇരിക്കുക. ഇല്ല, അങ്ങനെ വെച്ചോളൂ. എന്താ ഇങ്ങനെ പറയുന്നേ?
അന്തർജനം എന്താ ഒന്നും മനസ്സിലാക്കാണ്ടിരിക്കുക. നോന് ശമ്പളം കിട്ടിയിട്ട് 2 മാസം കഴിഞ്ഞില്ലേ? എന്നാൽ ഇനി ക്ഷേത്രമേശാന്തി വേണ്ട. വേണ്ടേ? നല്ല കഥയായി. കരയോഗം ശമ്പളം തരാത്തതിന്റെ ശിക്ഷ ദൈവത്തിനും. ശിവ ശിവ. തമ്പി അദ്ദേഹത്തെ കണ്ട് പറഞ്ഞോ? ആ പറയണം. കുട്ടി എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നേ? നേരത്തെ ആഹാരം കഴിക്കുന്നില്ലേ? ഉറക്കം കുറവാ, പഠിക്കാൻ ഏറെയുണ്ട്. ശരീരം കളഞ്ഞുള്ള പഠിത്തം ഒന്നും വേണ്ട. എന്റെ ശ്രീകുട്ടനാണെങ്കിൽ എത്ര പരീക്ഷയാണെങ്കിലും കുംഭകർണനെ പോലെ കിടന്നുറങ്ങും. ക്ലാസ്സോടുകൂടെ പാസ്സാവുകയും ചെയ്യും. എനിക്കാണെങ്കിൽ എത്ര പഠിച്ചാലും തലയിൽ കയറൂല. ഇല്ലത്ത് വലിയ ബുദ്ധിമുട്ടാണല്ലേ? സാരമില്ല, എല്ലാം മാറിക്കൊള്ളും. ക്ഷേത്ര ജീവനക്കാർക്കാർക്കും ശമ്പളം കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നു, ശരിയാണോ? കരയോഗക്കാരുടെ തമ്മിലടി കാരണം ക്ഷേത്ര കാര്യങ്ങളൊക്കെ മുടങ്ങി. അച്ഛൻ തമ്പി അദ്ദേഹത്തിനെ കാണാൻ വരാനിരിക്കുക. ശ്രീകുട്ടനെ ഒന്ന് കാണാം. അവൻ പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കൂ. വരൂ. ശ്രീകുട്ട, ആ ഇട്ടിയമ്മ വന്നല്ലോ. മുറ്റത്ത് ഓലക്കൊടെ അച്ചിക്കൂട്ടുമൊക്കെ കാണും. എനിക്ക് അച്ചുകൂട്ട് ഓലക്കൂടെ ഒന്നും ആവശ്യമില്ല. എടാ, നീ എപ്പോഴും കുട്ടിയെ ഇങ്ങനെ കളിയാക്കരുത്. ഇല്ലമ്മേ, ഒരു കാലത്ത് ഇവരൊക്കെ അങ്ങനെ നടന്നവരാണ്. അത് അന്തക്കാലം. നമ്പൂരിയിലത്തെ കുട്ടി ഇങ്ങനെ നായർ തറവാട്ടിൽ വരുന്നതും പോകുന്നതും ശരിയാണോ? രാഘവന്മാൻ ഇപ്പോഴും 10-ാം നൂറ്റാണ്ടിൽ നിൽക്കുക. നമ്പൂരി നായരൊന്നും ഇപ്പോഴില്ലമ്മാവാ. കാര്യത്തിൽ വരുമ്പോ എല്ലാവർക്കും എല്ലാം ഉണ്ട്. എടാ ശ്രീകുട്ട, നീ അച്ഛനോട് പറഞ്ഞ് ക്ഷേത്ര കാര്യങ്ങളൊന്ന് ശരിയാക്ക. അച്ഛന് ശമ്പളം കിട്ടിയിട്ട് 2 മാസമായി. അച്ഛനെന്തിനാ ശമ്പളം? ദൈവത്തെ മണിയടിച്ച് തിരിയൊഴിയുന്നതിന്. നിന്റെ ഈ കളിയൊക്കെ ഒന്ന് കള. നീ ഇത് അച്ഛനോട് കാര്യമായിട്ടൊന്ന് പറ. ഞാൻ ഒരുത്തരം അവനെ ചീത്തയാക്കിയത്. നമ്മൾ എന്താ കാര്യമറിയാതെ സംസാരിക്കുന്നത്? ശ്രീകുമാർ എങ്ങനെ ചീത്തയായെന്നാ പറയുന്നത്? ഒരു അമ്മേക്കാരൻ കവലപ്പാട്ട് വഴി നടക്കുന്നതാണോ അന്തസ്? ഒരകന്ന അമ്മാവനാണെങ്കിലും തനിക്ക് അവനെ ഉപദേശിക്കാം. ഞാൻ പറഞ്ഞാൽ കൂടി പോകും. ഞാൻ പറയാം. എന്തോ പറയും? വിവാഹം കഴിച്ച് തറവാട്ടിന്റെ ഭാരമേറ്റ് ജീവിക്കാൻ പറ. അവൻ ഉദ്യോഗം ഭരിച്ചിട്ട് എനിക്കൊന്നും കൊണ്ടുതരണ്ട. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. മാധവി എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ ഒരു കുലുക്കവുമില്ല. അല്ല, മഹാകവി വന്നോ? എവിടെ ആയിരുന്നു? ജംഗ്ഷനിലെ വഴക്ക് കേട്ട് അവിടെ ഇപ്പം നിന്നുപോയി. എന്താ വഴക്ക്? കരയോഗം വഴക്ക് തന്നെ. ഓ, അതെപ്പോഴും ഉള്ളതല്ലേ. ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ കരയോഗത്തിന് കഴിവില്ലെങ്കിൽ ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കണമെന്നാ ഒരു കൂട്ടർ പറയുന്നത്. ഏതാ ഈ ഒരു കൂട്ടർ? ആ ഉണ്ണിത്താനും കൂട്ടരുമാണ്. വെള്ളം. എന്ത് വെള്ളം? നാരങ്ങ വെള്ളം. എന്താ നാരങ്ങയ്ക്ക് ഇത്ര വെള്ളം? എനിക്ക് വേണ്ട. വേണമെന്ന് പറഞ്ഞതുകൊണ്ടാ കൊണ്ടുവന്നത്. വേണ്ടാന്ന് തോന്നിയത് കൊണ്ടാ കൊണ്ടുപോകാൻ പറഞ്ഞത്. ആ ഉണ്ണിത്താൻ മഹാ അഹങ്കാരിയ അല്ലേ രാഘവ? ആ ദാമോദരൻ ചുട്ട മറുപടി കൊടുത്തു. അച്ഛനുള്ളപ്പോ ഈ നാട്ടിലെ ക്ഷേത്രം ഭരിക്കാൻ ഒരു ബോർഡും വേണ്ട എന്ന്. ആ ദാമോദരൻ നന്ദിയുള്ളവനാ. രാഘവൻ അറിയാമോ അവന്റെ അച്ഛനെ? അറിയാം. എന്നോട് വളരെ സ്നേഹവും ബഹുമാനവും ഉള്ളവനായിരുന്നു. മാധവി, വെള്ളം. രാഘവൻ ഒരു കാര്യം ചെയ്യും. ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക മുഴുവനും തീർത്തു കൊടുത്തേൻ. കരയോഗത്തിൽ പണം വരുമ്പോ നമുക്ക് തിരിച്ചെടുക്കാം.